പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതം ഒരു കപ്പൽ യാത്രയാണെങ്കിൽ ആ ജീവിതത്തിൻ്റെ അകത്ത് വഴി പറഞ്ഞു നൽകുന്ന, ദിശ പറഞ്ഞു നൽകുന്ന ഒരു വടക്കോ നോക്കി യന്ത്രം എങ്ങനെയാണോ അതുപോലെയാണ് ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവ വചനം എന്ന് പറയുന്നത്. നാം പല വീടുകളുടെയും കട്ടളപ്പേലും ചുവരിന്മേലൊക്കെ ഇങ്ങനെ ഒരു വാക്യം നാം കണ്ടിട്ടുള്ളവരായിരിക്കാം: ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. അപ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, നമ്മുടെ ഓരോ യാത്രകൾക്കകത്തും നമ്മെ വഴികാട്ടുന്ന ഒരു വഴികാട്ടിയാണ് ദൈവ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുദിനം വചനം വായിക്കുന്ന, വചനം പഠിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. സങ്കീർത്തനം 119:19 സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. അതിൻ്റെ 24 വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു. അപ്പോൾ ദൈവവചനം നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒന്നാണ്. വചനം പറയുകയാണ്, ദൈവവചനം പ്രമാണിക്കുന്ന ഒരു ഭക്തൻ അവൻ ശക്തനാണെന്ന് തിരുവചനം പറയുകയാണ്. അവൻ്റെ പാളയം വലിയതും അവൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ശക്തനുമാകുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവവചനപ്രകാരം ചുവടുവെക്കുന്ന ദൈവം ഇതിലെ നീ പരാജയപ്പെട്ടു പോകത്തില്ല. നിന്റെ ജീവിതം ഒരു അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാ മാറ്റുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് അധികമായി വചനം വായിക്കുവാൻ സമയങ്ങളെ നമുക്ക് വേർതിരിക്കാം. നമ്മുടെ തലമുറകളെ ദൈവവചനം നമുക്ക് പഠിപ്പിക്കാം. നൂന്റെ മകനായ യോശുവയോട് യഹോവയാകുന്ന ദൈവം പറയുന്ന വാക്കിങ്ങനെയാണ്: മോശയുടെ മരണശേഷം യഹോവ യോശുവയോട് പറയുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ച ഈ ന്യായപ്രമാണമൊക്കെയും പ്രമാണിക്കേണ്ടതിന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈതൽ അവൻ ജയാളിയായി അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് നാമും നമ്മുടെ തലമുറകളും ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി മാറാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.